കഴിക്കാനൊക്കെ ഇച്ചിരി കയ്പ്പാണെങ്കിലും ഒത്തിരിയധികം ഗുണങ്ങളുള്ളതാണ് നമ്മുടെ പാവയ്ക്ക അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ പാവയ്ക്ക കായ്ച്ചു കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് നല്ല രീതിയിൽ വളം കൊടുക്കുക. അത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതായത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഇല്ലേ, അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ മുറ്റമൊക്കെ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയിലകളില്ലേ, അത് നമ്മൾ ഒരു വലിയ ചാക്കിനുള്ളിലോട്ട് നമ്മൾ കളക്ട് ചെയ്യാവേ. അതിനുശേഷം ഓരോ ദിവസം കളക്ട് ചെയ്യുന്നതോറും ഇടയ്ക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച്, ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 60 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളി കമ്പോസ്റ്റായി കിട്ടും. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഒത്തിരി കായകൾ എന്ന് പറയാൻ ഹെൽപ്ഫുൾ ആവുകയെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിലത്താണേലും നമ്മുടെ പോട്ടില എന്തിനാണെങ്കിലും അത്യാവശ്യം വെയിൽ കിട്ടണം. അതുപോലെ വെള്ളം ഒത്തിരി കൂടിപ്പോണ്ട. പിന്നെ ഉണ്ടല്ലോ നല്ല രീതിയിലുള്ളൊരു പന്തലൊക്കെ ഇട്ട് കൊടുക്കണേ. പന്തലിട്ട് നല്ല രീതിയിൽ വരുമ്പോഴാണ് ഇതുപോലെ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ നിറഞ്ഞ് അതിൽ പൂക്കൾ കായ്കളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. താങ്ക്